ഹായ് സുഹൃത്തുക്കളെ, ഞാൻ പോപ്പുലർ സന്തോഷ്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ എടക്കുരിശിയിൽ നമ്മളൊരു സെക്കൻഡ് ഫ്ലോട്ട് കേട്ടോ, ഹൈവേന്ന് സെക്കൻഡ് ഫ്ലോട്ട് ഒരു 70 മീറ്റർ മാറിയിട്ട് ഒരു 2650 സ്ക്വയർ ഫീറ്റ് വീടും 21 സെൻറ്റ് സ്ഥലമാണ് ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോഴേ ഈ വീടൊന്ന് കണ്ടു നോക്കിയാലോ. ഈ കാണുന്ന മനോഹരമായിട്ടുള്ള ഈ ഏരിയയിലാണ് കേട്ടോ നമ്മൾ പറഞ്ഞ വീടുള്ളത്. നമ്മളെ കോഴിക്കോട് പാലക്കാട് ഹൈവേന്ന് ജസ്റ്റ് ഒരു 70 മീറ്റർ മാറി ഈ കാണുന്ന നല്ല വീതിയോട് കൂടിയ ഒരു കോൺക്രീറ്റ് റോഡാണ് ഈ വീട്ടിലേക്കുള്ളത്. ഈ കാണുന്നതാണ് ഈ വീടിന്റെ ഒരു മുകളിൽ നിന്നുള്ള വ്യൂ കേട്ടോ. ഇതിന്റെ ചുറ്റിലും നല്ല വലിയ വലിയ വീടുകളും എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെയുള്ളത്. നമ്മൾ തച്ചമ്പാറയാണെങ്കിലും അതുപോലെ തന്നെ കല്ലടിക്കോടും ഒക്കെ ആണെങ്കിലും വളരെ അടുത്താണുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ തന്നെ ആയതുകൊണ്ട് ബസ് 24 hours നമുക്ക് ലഭ്യമാണ്. ഏത് ഭാഗത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും രാത്രി എന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ തന്നെ നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റും. മറ്റൊരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് എടുത്തതിന് ശേഷം ഇപ്പൊ ദൂര സ്ഥലങ്ങളിലൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് ഇത് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് പിന്നീട് നമ്മൾ റിട്ടയർമെന്റ് സമയത്തൊക്കെ ഇത് വിറ്റ് പോകാനോ അല്ലെങ്കിൽ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ട്രാൻസ്ഫർ ആയി പോകുന്ന സമയത്തൊക്കെ ഈ ഭൂമി നമുക്ക് മറിച്ച് വിൽക്കാനും വളരെ ഈസി ആയിരിക്കും. ഈ കാണുന്നതാണ് കേട്ടോ അത് കാർ പോർച്ചും സിറ്റ് ഔട്ടും. കാർ പോർച്ച് നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സിറ്റ് ഔട്ടും നല്ല സ്പേസസ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഉള്ളിലൊന്ന് കയറി നോക്കാം. ഈ കാണുന്നതാണ് ലിവിംഗ് ഏരിയ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അവിടുന്ന് നമ്മൾ നേരെ ഡൈനിങ് ഏരിയ കടന്നതിന് ശേഷം നമ്മൾ ഫസ്റ്റ് കാണുന്ന ഒരു ബെഡ്റൂം ആണിത്. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് റൂമാണ്. അത്യാവശ്യം നല്ല വലിയ ബാത്റൂമും കാര്യമൊക്കെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വീടിന്റെ എല്ലാ ഭാഗങ്ങളും റൂമുകളൊക്കെ ആണെങ്കിൽ തന്നെ എല്ലാം നല്ല വലിപ്പത്തോട് കൂടിയിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതാണ് പിന്നെ മറ്റൊരു ബെഡ്റൂം. അതും ഇതുപോലെ തന്നെ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് റൂം തന്നെയാണ്. ഈ കാണുന്നതാണ് നമ്മളെ ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയിൽ ഇവിടെയാണ് ഇവര് ഡൈനിങ് ടേബിളും കാര്യമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു വാഷ് ഏരിയ, അതുപോലെ ഇവിടെ ഒരു ഗ്രാമഫോൺ. അപ്പൊ നമുക്ക് കിച്ചണൊന്ന് നോക്കാം. കിച്ചണും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇന്റീരിയലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റാക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ അടുത്ത് തന്നെ പിന്നെ മറ്റൊരു അടുക്കള, അതായത് വർക്ക് ഏരിയ. ഇതൊരു കോമൺ ബാത്റൂമാണ് കേട്ടോ. അപ്പൊ സ്റ്റോർ റൂം വേറെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നോക്കാം. ഈ കാണുന്നതാണ് സ്റ്റോർ റൂം. ഇതിൽ എടുത്തു പറയേണ്ടത് എന്താ വെച്ചാൽ ഈ വീട്ടില് അങ്ങനെ ഇവര് കൂടുതലൊന്നും താമസിച്ചിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഫാമിലിയൊക്കെ പുറത്ത് വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് പുള്ളിക്കാരൻ മിക്കവാറും, പുള്ളിക്കും ഇവിടെ ചെറിയ ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ മിക്കവാറും മൂപ്പരും വൈകുന്നേരത്ത് വന്ന് കടക്കുന്ന ഒരു പർപ്പസ് മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. വീടൊക്കെ ഒരു നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. നല്ല രീതിയിൽ തന്നെ ഒരു സ്റ്റെയർ കേസ് ഒക്കെ പണിതിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് വരുമ്പോ നമുക്ക് ഒരു സിറ്റ് ഔട്ട്, അതുപോലെ ഒരു ബെഡ്റൂം ഉണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ജനലിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ ആണ് കേട്ടോ. നല്ലൊരു ബാൽക്കണി ഉണ്ട്.
കാണുന്ന ഭാഗമാണ് ഓപ്പൺ ടെറസ്. ഓപ്പൺ ടെറസ് ഒക്കെ ഇവര് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതുപോലെ റൂഫൊക്കെ ഇട്ട് ഇവിടെ നിന്ന് ഇതിന്റെ മുകളിലോട്ട് ഉള്ള ഒരു വേറെ സ്റ്റെയർ ഒക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മളെ വാട്ടർ ടാങ്കും കാര്യമൊക്കെ അവിടെ ആയിരിക്കും സെറ്റ് ചെയ്ത്, അതിന് വേണ്ടിയായിരിക്കും തോന്നുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ തൊട്ട അയൽവാസിയിലുള്ള ഒരു വീടാണ് കാണുന്നത്. നമ്മൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹൈവേയിലൂടെ വണ്ടികൾ പോകുന്നതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. എന്നാലോ അവിടെ നിന്നുള്ള ഡസ്റ്റോ മറ്റ് ശബ്ദ കോലാഹലങ്ങളോ ഒന്നും നമ്മളെ വല്ലാതെ അലട്ടുന്നുമില്ല. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. ഇതിന്റെ ബാക്കിലും ചുറ്റിലും ഒക്കെ കുറെ സ്ഥലങ്ങൾ ബാക്കി ഉണ്ടായത് കൊണ്ട് നമുക്ക് ഇതിലൊക്കെ ചെറിയ രീതിയിലുള്ള പച്ചക്കറി തോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇവരിപ്പോ ഇവിടെ കഴുങ്ങോ കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ ഇതിന്റെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ് വിശാലമായിട്ടുള്ള ഈ മുറ്റത്ത് തന്നെ നല്ലൊരു കിണറുണ്ട്. നല്ല വറ്റാത്ത വെള്ളമാണ്, യഥേഷ്ടം വെള്ളം കിട്ടും. നമുക്കിനി എത്ര വണ്ടി വേണേലും പാർക്ക് ചെയ്യാം. അതുമല്ല, നമുക്ക് ഇനി ഒരു ചെറിയ ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഹാളിലോട്ടോ കാര്യങ്ങളോ ഒന്നും അന്വേഷിച്ച് നടക്കേണ്ട ഇല്ല. ഇവിടെ തന്നെ അത്യാവശ്യം ചെറിയ കുഴപ്പമില്ലാത്തൊരു പരിപാടി പ്രോഗ്രാംസ് ഒക്കെ നടത്താനുള്ള സ്പേസ് ഒക്കെ മുറ്റത്തുണ്ട്. അതൊക്കെ കട്ടിട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുമുണ്ട്. ഏത് തരം ആളുകൾക്കും ഇത് വളരെ സൂട്ടബിൾ ആണ് കേട്ടോ. കാരണം ജോലിയോ ബിസിനസ്സോ എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗൾഫുകാരോ ആർക്കാണെങ്കിലും നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാനും എല്ലാ റോഡ് ആക്സസും കാര്യങ്ങളും ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണിത്. ഈ വീടിന്റെ വില നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല. ഈ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മളുമായി ബന്ധപ്പെടുക. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഈ പുള്ളിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ഡീറ്റെയിൽ തരുന്നതായിരിക്കും. വേറൊരു കാര്യം എന്താ വെച്ചാൽ അത്യാവശ്യം ലാൻഡിന് വിലയുള്ള ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോഴേ ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് പോപ്പുലർ സന്തോഷം നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീടുകൾ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ വേണ്ടി നമ്മുടെ ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.